റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. കോടതി ഇന്നൊരു തീരുമാനമുണ്ടാകും. ജയിൽ മോചന ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ ഉമ്മ അവിടെ പോയിരുന്നു. ഉമ്മ മകനെ കാണാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞത്, പിന്നീട് കണ്ടതൊക്കെ നമ്മൾ കണ്ടു. ഉമ്മ നാട്ടിലേക്ക് മടങ്ങി. എന്തായാലും ഇന്ന് അവിടെ ആ ജയിൽ മോചനം, കേരളമേറെ കാത്തിരിക്കുന്ന ആ ജയിൽ മോചനം സാധ്യമാകും എന്നതാണ് പ്രതീക്ഷ. കൊലപാതക കേസിൽ 18 വർഷത്തിലധികമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതിയുടെ പുതിയ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. സൗദി സമയം രാവിലെ 9 മണിയോടെയാകും കേസ് പരിഗണിക്കുക. അബ്ദുറഹീമിന്റെ അഭിഭാഷകനും എംബസി ഉദ്യോഗസ്ഥനും അബ്ദുറഹീമും നേരിട്ടോ ഓൺലൈൻ വഴിയോ കോടതിയിൽ ഹാജരാകുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ അസീർ ഗവർണറുടെ പ്രതിനിധിയും ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും ജയിൽ മോചിതനായിട്ടില്ല. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയതോടെ പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ചു. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. 18 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ച പശ്ചാത്തലത്തിൽ ഈ കേസിൽ പ്രത്യേക ശിക്ഷ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജയിൽ മോചന ഉത്തരവിന് സാധ്യത കൂടുതലാണ്. മോചന ഉത്തരവുണ്ടായാൽ അത് അപ്പീൽ കോടതിയും ഗവർണറേറ്റും അംഗീകരിച്ച ശേഷമായിരിക്കും ജയിൽ മോചനം ഉണ്ടാവുക. അതേസമയം സൗദിയിലായിരുന്ന അബ്ദുറഹീമിന്റെ ഉമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബം നാട്ടിലേക്ക് മടങ്ങി. അബ്ദുറഹീമിനെ ജയിലിൽ കാണാൻ അവസരമൊരുക്കിയ അസീർ ഗവർണർ തുർക്കി ബിൻ തലാൽ രാജകുമാരന്റെ റിയാദിലെ ഓഫീസിലെത്തി ഇന്നലെ കുടുംബം നന്ദി പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ.